പെൺകുട്ടി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ പിന്നെ ഒരു 16 വയസ്സ് ഒരു 13 വയസ്സാകുമ്പോഴേ ഇവന്മാർ വരാൻ തുടങ്ങും. വള കൊടുക്കല് അത് കൊടുക്കല്. പിന്നെ പറയുമായിരുന്നു എന്നൊക്കെ എന്നെ കല്യാണം കുറച്ച് കഴിയട്ടെ, SLC കഴിയട്ടെട്ടാ. അതിനും കൂടെ ചില ആൾക്കാർക്ക് ഇതുണ്ടാവില്ല. കാരണം SLC കഴിഞ്ഞാൽ പിന്നെ ഓള് ചാടിപ്പോവും. ചിലപ്പോൾ ഓളെ പിന്നെ പിടിച്ചാൽ പിടി കിട്ടൂല. ഓൾക്ക് സൗന്ദര്യം കൂടുതലാണ്. ഓൾ ആരെങ്കിലും പ്രേമിച്ചു പോകും. ഈ സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു. അതായത് ഭർത്താവിൻ്റെ ഉപ്പ കയറി പിടിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത മലപ്പുറത്തുള്ള ഒരു സഹോദരിയെ പറ്റിയിട്ട്. അപ്പോൾ ഇന്ന് കൂടുതൽ അവരുടെ വോയിസ് റെക്കോർഡൊക്കെ ഇന്ന് പുറത്തു വന്നിരുന്നു. കൂടുതൽ ആൾക്കാരും കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവർ പറയുന്നത് ഇതാണ്: മുറ്റമടിക്കാൻ പോലും സാധിക്കത്തില്ല, മാക്സി ഇടാൻ സാധിക്കത്തില്ല. മാക്സി ഇട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ ഒളിഞ്ഞു നോക്കും. മുറ്റമടിക്കുമ്പോൾ ഇദ്ദേഹം ഒളിഞ്ഞു നോക്കും. ഇദ്ദേഹം പലപ്പോഴും കയറി പിടിച്ചിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ എന്താ പറയേണ്ടത്, മറ്റേ ഇവനുണ്ടല്ലോ ഇവളെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു മാന്യൻ, അവൻ എന്ന് പറഞ്ഞാൽ ഗൾഫിലാണ്. അവന് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വരുള്ളൂ പറഞ്ഞ്. ആ വരാത്തപ്പോഴും ഇവൻ ഉപ്പേനെ ഏൽപ്പിച്ച പോലെയാണ് ഈ പെണ്ണിനെ. അത്രയും വളരെ മോശമായിട്ടാണ് ഈ ഉപ്പ എന്ന് പറയുന്ന കാമപ്രാന്തം പെരുമാറിയത് എന്നുള്ളതാണ്. നിങ്ങളൊരു ആലോചിച്ച് നോക്കണം. അതായത് ഒരു വീട്ടിലൊരു പീഡനം നടക്കുമ്പോൾ ആ വീട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, എന്നിട്ട് പിന്നെ സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയും സ്ഥാനമില്ല എന്ന് ആലോചിക്കുമ്പോൾ ഒരു പെണ്ണായി ജനിച്ചത് കൊണ്ട് മാത്രം അനുഭവിക്കുന്ന ദുരന്തമാണിതൊക്കെ. ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതായത് മക്കൾക്ക് ഭർത്താവിൻ്റെ വീട്ടിലൊരു പ്രശ്നമാണ്. ആ പ്രശ്നം കാരണം അവർ വീട്ടിൽ വന്ന് തുറന്നു പറയുന്നത്, ഉമ്മ ബാപ്പ ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ല മോളെ നീ ഇത്രയും 4 മക്കളുമായി നീ ഇനി ഇവിടെ വന്ന് നിന്നിട്ട് എന്നാ വേണ്ടത്, അതുകൊണ്ട് നീ പോകണം, അങ്ങോട്ട് തിരിച്ചു പോകണം എന്ന് നിർബന്ധിച്ച് അയക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. പിന്നീട് നിങ്ങൾ വന്നിട്ട് മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ട് ഇതേപോലെയുള്ള ദുഃഖം അഭിനയിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അവിടെ ഏതെങ്കിലും ഒരുത്തൻ, ഒന്നും വേണ്ട, നിങ്ങൾ അവിടെയുള്ള 4 നാട്ടുകാരോട് പറഞ്ഞാൽ മതി. അവിടെ 4 അയൽവക്കത്തുള്ള 4 ഈ ഫ്രീക്കന്മാർ പിള്ളേർ, നമ്മളൊക്കെ വിചാരിക്കും അവന്മാർ കഞ്ചാവാണ്, അതുപോലെ തന്നെ താടിയൊക്കെ വെച്ചതുകൊണ്ട് ഈറ്റങ്ങൾ വിവരമില്ലാത്ത അവന്മാരാണ്, ഒന്നും പറയില്ല എന്ന്. പക്ഷേ അവന്മാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ തന്ത കെട്ടിട്ട് ഈ എന്താ പറയുക പറയുന്നില്ലേ, ആ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടിപ്പോവായിരുന്നു. അപ്പോൾ ഇന്ന് അവരുടെ കുടുംബാംഗങ്ങളൊക്കെ വന്നിട്ട് വളരെയധികം ദുഃഖത്തോടു കൂടി പറയുന്നുണ്ട്, ഒരു നിമിഷം നിങ്ങളെല്ലാവരും കൂടി ആ പെണ്ണിൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ, ഒരു നിമിഷം നിങ്ങൾ അതിനെ വിളിച്ച് വീട്ടിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ജനങ്ങളോ മറ്റുള്ളവർ പറയുന്നതോ അവനെന്തു പറയുന്നു ഇവനെന്തു പറയുന്നു അതൊന്നുമല്ല, ഏറ്റവും വലുത് ജീവൻ തന്നെയാണ്. ആ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയാനൊക്കെ ആളുണ്ടാവുള്ളൂ. ജീവൻ പോയതിന് ശേഷം ഇവിടെ കിടന്ന് വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വീടുകളുണ്ടാകും. നിങ്ങൾ ഇന്ന് തന്നെ, അതായത് ഇത് അറിയുന്ന ആരെങ്കിലും അവരുടെ സഹോദരിമാർക്കോ മകൾക്കോ ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നാളെ തന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് സ്വന്തം വീട്ടിൽ കൊണ്ട് നിർത്താനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. പട്ടിണിയാണെങ്കിൽ എന്താ, പട്ടിണി കിടക്കട്ടെ, എന്നാലെന്താ, മനസമാധാനത്തിൽ പച്ചവെള്ളവും കുടിച്ചിട്ട് മനസമാധാനത്തിൽ ജീവിച്ചൂടെ? എന്തിനിങ്ങനെ വലിയ ബംഗ്ലാവ്, 2 നില വീട് നിറച്ചു AC-യും അതുപോലെ തിന്നാൻ നല്ല ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും, എന്തിനീ സുഖോ? ഒരു കാര്യവുമില്ല അവിടുന്ന്. അവിടെ ഇങ്ങനെയുള്ള ഒരു തന്തയുണ്ടെങ്കിൽ തീർന്നില്ലേ? ദുരിതമായില്ലേ? ആ ഒരു പെൺകുട്ടിക്ക് ദുരിതമായില്ലേ ജീവിതം? ഈ തന്തേനെ പേടിച്ചിട്ട് അവരെന്തൊക്കെ അനുഭവിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു പെണ്ണ് 4 മക്കളെയും ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് എത്രമാത്രം വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടാകും. ഈ ഭർത്താവ് എന്ന് പറയുന്ന ഒരു കോന്തനുണ്ട്, ഒരു വസ്തുവിന് കൊള്ളാതെ. അവൻ്റെ പണി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിലൊരിക്കൽ വന്നിട്ട് ടൂറൊക്കെ കൊണ്ടുപോയിട്ട് നല്ലോണം സൂയിപ്പിച്ചിട്ട്, അതായത് പറയുന്നതാ പിന്നെ അതെങ്ങനെയെങ്കിലും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടാ. അഡ്ജസ്റ്റ് ചെയ്യാൻ എന്താ, ഈ തന്തക്കും കൂടി കടന്നു കൊടുക്കാൻ അവൻ പറയുന്നുണ്ടാവുക. അത്രയും നാണമില്ലാതെ മകൻ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന നടന്ന്. അല്ല, ഇവന് കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ ഇവൻ വെച്ച വീടാണെങ്കിൽ ആ തന്തേനെ ചവിട്ടി പുറത്തായിക്കൂടെ? അല്ല, തന്തക്കും കൂടി വേണ്ടിയിട്ടാണെങ്കിൽ ഇല്ലെങ്കിൽ വേറൊരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. ഈ ഉമ്മ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ തന്തക്കും കൂടി വേണമെങ്കിൽ വേറെ എവിടുന്നെങ്കിലും ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കറാ. ഇതെന്തിന് വെറുതെ സ്വന്തം ജീവിതം എവിടെയോ കിടന്നൊരു പെണ്ണിന് 4 മക്കളും ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനിങ്ങനെ അതിനെ കൊന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുമാത്രമല്ല, ഇന്ന് ഞാൻ ഒരു ചാനലിൽ പറയുന്നുണ്ട്, അതിന് പ്രായപൂർത്തി വരെ ആയിട്ട് ഒരു 25 വയസ്സായത്. 25 വയസ്സിൻ്റെ ഇടയിൽ 4 മക്കൾ. ആലോചിച്ച് നോക്കണം. ഇവന് ഇത് തന്നെയാ പണി. ഈ നാറി എന്ന് പറയുന്ന ഭർത്താവിന് ഇത് തന്നെയാ പണി, വേറെ ഒന്നും വേണ്ട അവന്. കുറച്ചെങ്കിലും ഒരു മൂളയുണ്ട് അവനൊരു മൂള. ഈ പിന്നെ എന്താ പറയേണ്ടത്, ഈ പ്രായപൂർത്തിയാകാതെ ഈ പിന്നെ എന്താ പറയുക ഈ കുട്ടികളാ ഇങ്ങനെ പറഞ്ഞു വിടുന്ന രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, അത് പുച്ഛമാണ് തോന്നുന്നത് നിങ്ങളോട്.
നിങ്ങൾ എന്തിനാ ഈ പണത്തിൻ്റെ പുറകിന് ഇങ്ങനെ പോന്ന്? 2 നില വീടും ഗൾഫിലെ ജോലി മോൻ്റെ ബെൻസ് കാറും കണ്ടിട്ടാണെങ്കിൽ നിങ്ങളുടെ മകളുടെ ജീവൻ പോയില്ലേ? ഇനി എന്തിനു കൊള്ളാം? ഇനി നിങ്ങൾ നോക്കണ്ടേ ആ 4 മക്കളാ? അയറ്റൊക്കെ ഇനിയിപ്പം നിങ്ങൾ എത്ര ആൾക്കാരുണ്ടെങ്കിൽ ശരി, അയറ്റങ്ങൾ ഉമ്മ പോയില്ലേ? ഇനിയും ഇതുപോലെയുണ്ട്. പണം കണ്ടു കഴിഞ്ഞാൽ, അതായത് ഒരു പെൺകുട്ടി, കുറച്ച് സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ പിന്നെ ഒരു 16 വയസ്സ്, ഒരു 13 വയസ്സാകുമ്പോഴേ ഇവന്മാർ വരാൻ തുടങ്ങും. ഓ, വള കൊടുക്കൽ, അത് കൊടുക്കൽ. പിന്നെ പറയുമായിരുന്നു എന്നൊക്കെ പിന്നെ കല്യാണം കുറച്ച് കഴിയട്ടെ, SLC കഴിയട്ടെട്ടാ. അതിനും കൂടെ ചില ആൾക്കാർക്ക് ഇതുണ്ടാവില്ല. കാരണം SLC കഴിഞ്ഞാൽ പിന്നെ ഓള് ചാടിപ്പോവും. ചിലപ്പോഴും ഓളെ പിന്നെ പിടിച്ചാൽ പിടി കിട്ടൂല. ഓൾക്ക് സൗന്ദര്യം കൂടുതലാണ്. ഓൾ ആരെങ്കിലും പ്രേമിച്ചു പോകും. ഈ പേടി കൊണ്ടായിരിക്കും ഇത്ര ചെറുപ്പത്തിലേ അങ്ങ് കല്യാണം കഴിപ്പിച്ചു വിടും. അവസാനം വിദ്യാഭ്യാസവും ഇല്ല. കുറേ മക്കളും ആയി കഴിഞ്ഞാൽ പിന്നെ ഇവനെപ്പോലെയുള്ള, ഇവൻ്റെ തന്തേനെ പോലെയുള്ള കുറേ ആൾക്കാർ ആണുങ്ങളോട് മിണ്ടാൻ പാടില്ല, ആണുങ്ങളുടെ മുന്നിൽ വർത്തമാനം പറയാൻ പാടില്ല. എന്ത് പീഡനം ഉണ്ടെങ്കിലും അവിടെ അനുഭവിച്ചോളണം. ആ വീട്ടിൽ ആ 4 ചുമരിൻ്റെ ഇടയിൽ അനുഭവിച്ചോളണം. ആണുങ്ങൾ പുറത്ത് നിന്ന് വർത്തമാനം പറയുമ്പോൾ അവിടെ വന്നിട്ട് വർത്തമാനം പറയേണ്ട അധികാരം വരിയില്ല. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ വരെയുണ്ട്. സ്വന്തം വീട്ടിൽ ഭർത്താവ് ജോലി ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ അവിടെ ആരെങ്കിലും വന്ന് വർത്തമാനം പറഞ്ഞാൽ നീ എടുത്ത് വർത്തമാനം പറയാൻ പാടില്ല, നീ വന്ന് കയറി. പെണ്ണുങ്ങൾ വർത്തമാനം പറയാൻ പാടില്ല. പെണ്ണുങ്ങൾ ഇന്ന് റൂമിൻ്റെ ഉള്ളിൽ അടുക്കളയിൽ അവിടെ ഇരുന്നോളാം. അങ്ങനെ വിചാരിക്കുന്ന ടീമിൻ്റെ അടുത്തേക്ക് നിങ്ങളെ മകളെ വിടരുത്. വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് ജോലി കൊടുക്കുക, ജീവിക്കാനുള്ള ഒരു ഊർജം കൊടുക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ കല്യാണാന്ന് ലോകത്തുള്ള ഏറ്റവും വലുത് കല്യാണം. വിൽക്കാനുണ്ട് 50 പവൻ 5 ലക്ഷം രൂപ 50 പവൻ 5 ലക്ഷം രൂപ 50 പവൻ. എന്തിനാണോ ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കുന്നത്? ഈ തന്തമാരോടാണ് ഞാൻ പറയുന്നത്. ലക്ഷങ്ങളും ഇത് കൊടുത്ത് സ്ത്രീധനം കൊടുക്കുന്ന തന്തമാരോട് പറയുകയാണ്, നിങ്ങളെ മക്കളെ വിൽക്കുന്നടോ. എന്തിനാ വിൽക്കുന്നത്? എന്തിനാ ഇങ്ങനെ വിൽക്കുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എത്ര എണ്ണം കൊണ്ട് അനുഭവിക്കുന്നത് അറിയാം. ഇതൊന്നും അല്ല. ഈ ആത്മഹത്യ ചെയ്യുമ്പോഴല്ലേ നമ്മൾ പുറത്ത് കാണുന്നുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു സ്വകാര്യമായിട്ടൊരു പരാതിപ്പെട്ടി എവിടെയെങ്കിലും ഇട്ട് നോക്കിയാട്ടെ. എവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ നിങ്ങളൊരു പരാതിപ്പെട്ടി വെക്കും, പോലീസുകാർ ഒരു പരാതിപ്പെട്ടി വെക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൊണ്ടിടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുന്നും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പരാതിപ്പെട്ടി ഒരു 50 എണ്ണം വേണ്ടി വരും. കാരണം പല സ്ഥലത്തും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ആർക്കും തുറന്നു പറയാൻ ധൈര്യമില്ല. ഈ പെൺകുട്ടിക്ക് തന്നെ തുറന്നു പറയാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. ആദ്യകാലത്തൊക്കെ ഇദ്ദേഹം തട്ടലും മുട്ടലും ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു, ഇദ്ദേഹം സ്നേഹം കൊണ്ടായിരിക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ സ്വകാര്യ ഭാഗത്ത് പിടിക്കാൻ തുടങ്ങി പോലും. മകൻ്റെ ഭാര്യയുടെ സ്വകാര്യ ഭാഗത്ത് പിടിക്കാൻ തുടങ്ങി, അവയവത്തിന് പിടിക്കാൻ തുടങ്ങി പോലും. അപ്പോഴാണ് ഈ കുട്ടിക്ക് മനസ്സിലായത് ഈ തന്തേൻ്റെ പോക്ക് ശരിയല്ല എന്ന്. എന്തൊരവസ്ഥയാണ്. ഇന്ന് അതിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്തത് ഞാൻ ഇങ്ങനെ വായിച്ചു. അതായത് അദ്ദേഹത്തിന് അറിയുന്ന ഫാമിലിയാണ്, ഭയങ്കര നല്ല ഫാമിലിയാണ് പുറത്ത്, പക്ഷേ ഉള്ളിലിങ്ങനെയാണെന്ന് അദ്ദേഹം അറിയില്ലായിരുന്നു എന്ന്. അതുപോലെ മറ്റൊരാൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, തൻ്റെ മകൾക്ക് ഇതേപോലെയൊരു സംഭവം ഉണ്ടായി, ഒരു കുഞ്ഞുമായി. പക്ഷേ നിമിഷ നേരം കൊണ്ട് ആ വീട്ടിൽ നിന്നും ആ പെൺകുട്ടിയെ അവരുടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവനുമായിട്ട് ഡിവോഴ്സ് ചെയ്യിച്ചു, വേറെ കല്യാണം കഴിച്ചെന്ന് സുഖമായിട്ട് ജീവിക്കുന്നേ. പിന്നെ അവനെ വേണ്ട. പിന്നെ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവനെ എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ തന്ത എന്തെങ്കിലും ബന്ധം പറഞ്ഞിട്ട് ഇവർ ജീവിക്കുന്നിടത്തേക്ക് വരും. ഒരിക്കലും അവനെ എടുക്കരുതായിരുന്നു. ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോഴേ, ഇല്ല 2 കുഞ്ഞുണ്ടാവുമ്പോഴെങ്കിലും ഈ ബന്ധം അവിടെ വെച്ച് തീർക്കണമായിരുന്നു. അവിടെ വെച്ച് തീർത്തിട്ട് വേറെ അന്തസ്സുള്ളവന്മാർ കൊണ്ടുപോട്ടെ. അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ആ പാപം എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കറാ. സ്വന്തം വീട്ടിൽ സ്ഥാനമില്ല, ഭർത്താവ് വീട്ടിലും സ്ഥാനമില്ല, എവിടെ പോവും? പിന്നെ ഇതല്ലാതെ പിന്നെ എന്താന്ന് രക്ഷ? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന്? നിങ്ങൾ പിന്നെ ഈ 10, 16, 17 വയസ്സ് വരെ വളർത്തിയ മകളല്ലേ? എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നാട്ടുകാർ പറഞ്ഞോട്ടെ, കുരുപ്പുകൾക്ക് വേറെ ഒരു പണിയില്ല. ഭർത്താവിനെ വീട്ടിൽ ഇവിടെ വന്നിരിക്കുന്നത് പറയട്ടെ, പറയുന്നവന്മാരൊക്കെ പറയട്ടെ. നിങ്ങളുടെ മകൾക്ക് ആൺകുട്ടികളെ പോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു റൂം അവർക്ക് വേണ്ടിയിട്ടും കരുതുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ആ കാമപ്രാന്തനെ വെറുതെ വിടരുത്. ആ തന്തിയില്ലേ, അവനെ വെറുതെ വിടരുത്. നന്ദി, നമസ്കാരം.